ഈ ഓമല്ലൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് BJP ആണ്. ഓമല്ലൂർ പഞ്ചായത്തിൽ ഇപ്പോൾ വല്ലാത്തൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. ഒരു പാസ്റ്ററിന്റെ പ്രാർത്ഥനാലയത്തിൽ ഒരു കുട്ടിയെ 14 വയസ്സുള്ള ഒരു കുട്ടീനെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാവരും കേട്ടു അല്ലേ? ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത കേരളം കേട്ടത്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതിനകത്ത് ജാതിയും മതവും ഒന്നും നോക്കരുത്. ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കുന്നതിനൊക്കെ കയറി കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നവർ തന്നെയാണ് നമ്മൾ. പക്ഷേ ഈ സംഘപരിവാർ ഇത്രയധികം ആവേശം കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിൽ ഇവര് ഇപ്പൊ ഈ പാസ്റ്ററിന്റെ സ്ഥലത്തേക്ക് ഇടിച്ചു കയറി അവിടുത്തെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അവർ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടു. അതിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള മാഡത്തിന്റെ ആ ഒരു പ്രസംഗമൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും അല്ലേ? ഈ ഒരു സംഭവത്തിന് ശേഷം അവിടുത്തെ പാസ്റ്റർ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം അത് വല്ലാത്ത രീതിയിലുള്ള പ്രസംഗമായി പോയി. പക്ഷേ ഇതൊക്കെ മറ്റേതെങ്കിലും തലങ്ങളിലായിരുന്നു ഇങ്ങനെ ഒരു പ്രസംഗം വന്നിരുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആകുമായിരുന്നു നമ്മുടെ നാട്ടിലൊരു അവസ്ഥ അല്ലേ? എന്തായാലും പാസ്റ്റർ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. എന്തോ വാഴമുട്ടമെന്നാണ് ഇവന്റെ പേര്. കോടികളാണ് ഇവൻ സമ്പാദിച്ചിരിക്കുന്നത്. ശുശ്രൂഷയാണ് പരിപാടിയൊക്കെ. എന്താണെങ്കിലും അവനവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ടുള്ള അവകാശങ്ങൾ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ടല്ലേ? ഇന്ന് നമ്മൾ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവനവന്റെ വിശ്വാസം കൃത്യമായി നിർവഹിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അവനവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംഘപരിവാർ മറ്റു മതവിശ്വാസികളുടെ ആരാധനാലയങ്ങൾ അവരുടെ പ്രാർത്ഥനകൾ കാലങ്കോലമാക്കുന്നതും ബുൾഡോസർ രാജ് നടപ്പാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ പാസ്റ്റർ ഈ സംഘികൾ കയറിയതിനു ശേഷം ഈ പാസ്റ്ററിന്റെ ഒരു പ്രസംഗം വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളെല്ലാം ഇതൊന്ന് കണ്ടിട്ട് നമ്മുടെ ക്രിസംഗി മാമന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊരു മറുപടി പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മുടെ ബിനു വാഴമുട്ടോ എന്താ കേക്ക് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ അമ്പലത്തിൽ കയറാൻ ഞങ്ങൾ വരുന്നില്ല, നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ കയറാൻ ഞങ്ങൾ വരുന്നില്ല, നിങ്ങളുടെ ഓരോ സ്ഥലത്തും കയറാൻ ഞങ്ങൾ വരുന്നില്ല. കതിരാസിന് ഒരു വ്യത്യസ്തമായ സംഭവം. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വരുമ്പോൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ ആതിര അവറുകൾ ഇവിടെ പോലീസുകാരുമൊത്ത് അവരുടെ പാർട്ടി പ്രവർത്തകരുമൊത്ത് BJPയിലെ പാർട്ടി പ്രവർത്തകരുമൊത്ത് താഴെ നിൽപ്പുണ്ട്. ഖത്തർദാസന്മാരുമായിട്ട് കശപിശ ഉണ്ടാകുക. ഞാനിവിടെ വണ്ടിയിട്ടു. അവർക്ക് ചർച്ചിനകത്ത് കയറണം, ചർച്ചിനകത്ത് ആയുധമുണ്ട്. ഞാൻ പറഞ്ഞു ഒരുത്തരും കയറില്ല, ചർച്ചിൽ കയറാൻ പറ്റില്ല, കയറില്ല. പോലീസുകാരൻ എന്നെ മാറ്റി ചോദിച്ചു, പാസ്റ്റർ ഭയങ്കര അധികാരത്തോടെ. ഞാൻ പറഞ്ഞ യേശുവിൻ്റെ അധികാരമാണ്. ഞാൻ പറഞ്ഞ അധികാരമുള്ള യൂണിഫോമുള്ള പോലീസുകാരനും പഞ്ചായത്ത് പ്രസിഡന്റിനും അകത്ത് വരാം. ഞങ്ങളത് വീഡിയോ പകർത്തും. ഇവിടെ എല്ലാം വന്ന് നോക്കി. ഒരിക്കലും പഞ്ചായത്ത് മെമ്പറിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനകത്ത് കയറേണ്ട ആവശ്യമില്ല. അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ ആതിര മാഡം ഇത് പ്രവർത്തിക്കുന്ന ഓമല്ലൂരും നമ്മുടെ സ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന ചെന്നീർക്കർ രണ്ടും രണ്ട് പഞ്ചായത്താണ്. ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ് ബൈറ്റ് കൊടുത്തത് മീഡിയയ്ക്ക്. ഇവിടെ ഞാൻ ആടേക്കോ കയ്യിൽ നിന്ന് വസ്തു വാങ്ങി അതിൻ്റെ രേഖ സഹിതം ഞാൻ മീഡിയയ്ക്ക് അടുത്ത ദിവസം കൊടുക്കും. ഇനിയും നമ്മൾ മൗനമായിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനിയും നമ്മൾ മൗനം പാലിക്കില്ല. സുരേഷ് പാസ്റ്ററെ, ഇനിയും മൗനമില്ല. പാസ്റ്ററെ, ഇനിയും നമ്മൾ മൗനം പാലിക്കുന്നില്ല. അടിയന്തരമായി നമ്മളുടെ സ്ഥലത്ത് നമുക്ക് ആരാധനാലയം പണിയണം. നമ്മളൊന്നും ചോദിക്കുന്നില്ല. നമ്മൾ സൗണ്ട് പ്രൂഫ് ചെയ്ത് 2.5 ഏക്കർ സ്ഥലം 6 വർഷമായി വാങ്ങിയിട്ടിരിക്കുക. ഒരു മതത്തിന് പ്രവർത്തിച്ചാൽ പോരാ, എല്ലാ മതത്തിനും. കർത്തൃദാസൻ പറഞ്ഞ പോലെ എല്ലാ മതത്തിനും ഇവിടെ പ്രവർത്തിക്കണം. നമുക്കിവിടെ ദൈവത്തെ ആരാധിക്കണം. നമ്മൾ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. അവർ വിചാരിച്ചത് ഇവർ കുറുവടിയുമായി വരുമ്പോൾ നമ്മൾ തോറ്റു പിന്മാറിപ്പോകുന്ന. സ്നേഹിതരെ, ഞങ്ങൾക്ക് കുറുവടിയില്ല, ഞങ്ങൾക്ക് ബൈബിളുണ്ട്. ഹിന്ദു ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും അവഹേളിച്ച പാസ്റ്റർ ബിനു വാഴമുട്ടം ഹിന്ദു കുടുംബത്തെ മതപരിവർത്തനം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഹിന്ദു ദേവത കുടുംബം കലക്കിയെന്ന രീതിയിലാണ് പാസ്റ്ററുടെ അധിക്ഷേപം. അതേസമയം BJP പ്രവർത്തകർക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തി പാസ്റ്റർ KA തോമസ്. പത്തനംതിട്ടയിൽ ബാലവേല ഉൾപ്പെടെയുള്ള ക്രൂരതകൾ നടത്തിയ എലോഹിം വർഷിപ്പ് സെന്ററിലെ പ്രാർത്ഥനാ യോഗത്തിലാണ് പാസ്റ്ററുടെ ഈ കൊലവിളി. അത് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഭദ്രകാളിയുടെ രൂപം ഇല്ലയോ? ആ രൂപം എന്തിനാ കൊണ്ട് വെച്ചെന്നറിയോ? പറയട്ടെ. അത് ലവക്കിട്ട് പണിത പണിയാ. നിങ്ങളുടെ കൂടെ തമ്മിത്തല്ലി തലകീറി പിണങ്ങിപ്പോണം. അടിക്കാൻ വരുന്നവരും വെട്ടാൻ വരുന്നവരൊക്കെ ഒരു കാര്യം ഓർത്തോണം. ഞങ്ങളുടെ കൂടെ നല്ല ചെറുപ്പക്കാരുണ്ട്. ഈ പണിയൊക്കെ നല്ലപോലെ വൃത്തിക്ക് ചെയ്ത് പൈസ മേടിച്ചുകൊണ്ടിരുന്നവരാ. ഞങ്ങളിപ്പോൾ പരിപാടിയൊക്കെ നിർത്തി വെച്ചിരിക്കുക. വാളെടുക്കാനും വീശാനും വെട്ടാനും അങ്ങൻ തടലേം പുറം തടലേം വാരിത്തടലേം കോരിത്തടലേം കുൻഫും കത്താശം കരാട്ടയും മൈഗിരിയൊക്കെ അറിയാവുന്ന പിള്ളേർ ഞങ്ങളോടുണ്ട്. ഞാൻ നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു, അരുൺ സാറിനോട് പറഞ്ഞു. അദ്ദേഹമാണ് പത്തനംതിട്ടയിലെ SHO. ഞാൻ രാവിലെ CM-ന്റെ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തെയാണ് കിട്ടിയത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ
രാവിലെ ഞങ്ങളെ തല്ലിയവരെ ഉച്ച കഴിഞ്ഞ് അടിക്കാൻ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഞങ്ങളത് ചെയ്യത്തില്ല. ഈ പുസ്തകം ഞങ്ങളതിനെ പഠിപ്പിക്കുന്നില്ല. അല്ലാതെ BJPക്കാർക്കും RSSകാർക്കും മാത്രമല്ല അടിക്കാനും വെട്ടാനും അറിയാവുന്നത്. ഇതറിയാവുന്ന ഒത്തിരി ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ട്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചെയ്യുന്നുണ്ട്. ഗോകുൽ, ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഈ എലോഹിം വർക്ഷിപ്പ് സെന്ററിൽ നടന്നപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന്. പക്ഷേ ഇപ്പോൾ ആ സംശയമൊക്കെ ദൂരീകരിച്ചിരിക്കുന്നു. ഈ രണ്ട് പാസ്റ്റർമാരുടെയും വാചകങ്ങൾ ഗോകുലും ശ്രദ്ധിച്ചു കാണുമല്ലോ. ഒരാൾ ഭദ്രകാളിയെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്, ഭദ്രകാളി ദേവിയെ വളരെ മോശമായി ചിത്രീകരിച്ചിരിക്കുന്നു. മറ്റൊരാൾ കോൺഗ്രസ് നേതാക്കളുമായി ഉന്നതരമായ ബന്ധമുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം ഗുണ്ടകളാണ് തനിക്കൊപ്പമുള്ളത്, ആരെ വേണമെങ്കിലും വെട്ടാൻ തങ്ങൾക്ക് മടിയില്ല എന്ന് പറയുമ്പോൾ ഈ വാർത്തയുടെ ഗൗരവം അത് എത്രത്തോളമാണ്? വിഷം തുപ്പുന്ന രണ്ട് പാസ്റ്റർമാരെയല്ലേ നമ്മളിപ്പോൾ കാണുന്നത്? കൊലവിളി പ്രസംഗവുമായി പത്തനംതിട്ടയിലെ എലോഹിം ഗ്ലോബൽ വേർഷിപ്പ് സെന്റർ പെന്തക്കോസ്ത് പ്രാർത്ഥനാ യോഗത്തിനിടെയാണ് BJP പ്രവർത്തകർക്കെതിരെ പാസ്റ്ററുടെ കൊലവിളി. അതേസമയം ഹിന്ദുധർമ്മത്തെയും ദേവതകളെയും അപമാനിക്കുന്ന പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള ഇടത് വലത് നേതാക്കൾ ബിനു പാസ്റ്ററിനൊപ്പമുള്ള ദൃശ്യങ്ങളാണ് പുറത്തായിരിക്കുന്നത്. ബാലവേലയും ക്രൂരപീഡനങ്ങളും പുറത്തുവന്ന പെന്തക്കോസ്ത് സ്ഥാപനം എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനെതിരെ വ്യാപക പ്രതിഷേധമുയരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇതേ സ്ഥാപനത്തിലെ പ്രാർത്ഥനായോഗത്തിൽ പാസ്റ്ററുടെ കൊലവിളി. BJP പ്രവർത്തകർക്കെതിരെയാണ് പ്രാർത്ഥനയ്ക്കിടെ ഭീഷണിയും കൊലവിളിയും. തങ്ങളുടെ കൂടെ ഗുണ്ടകളുണ്ട്, വാളെടുക്കാനും വെട്ടാനും പിള്ളേരുണ്ട്. ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആതിരയ്ക്കെതിരെയും പാസ്റ്റർ KA തോമസ് കൊലവിളി നടത്തി. അടിക്കാൻ വരുന്നവരും വെട്ടാൻ വരുന്നവരൊക്കെ ഒരു കാര്യം ഓർത്തോണം, ഞങ്ങളുടെ കൂടെ നല്ല ചെറുപ്പക്കാരുണ്ട്. ഈ പണിയൊക്കെ നല്ലപോലെ വൃത്തിക്ക് ചെയ്ത് പൈസ മേടിച്ചുകൊണ്ടിരുന്നവരാണ്. ഞങ്ങളിപ്പോൾ പരിപാടിയൊക്കെ നിർത്തി വച്ചിരിക്കുക. വാളെടുക്കാനും വീശാനും വെട്ടാനും അങ്ങന്തടലേയും പുറന്തടലേയും വാരിത്തടലേയും കോരിത്തടലേയും കുൻഫും കത്താസും കരാട്ടയും മൈഗിരിയൊക്കെ അറിയാവുന്ന പിള്ളേർ ഞങ്ങളുടെ ഉണ്ട്. ഞാൻ നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു, അരുൺ സാറിനോട് പറഞ്ഞു, അദ്ദേഹമാണ് പത്തനംതിട്ടയിലെ SHO. ഞാൻ രാവിലെ CMന്റെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തെയാണ് കിട്ടിയത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ രാവിലെ ഞങ്ങളെ തല്ലിയവരെ ഉച്ച കഴിഞ്ഞ് അടിക്കാൻ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞങ്ങളത് ചെയ്യത്തില്ല. ഈ പുസ്തകം ഞങ്ങളതിനെ പഠിപ്പിക്കുന്നില്ല. അല്ലാതെ BJPക്കാർക്കും RSSകാർക്കും മാത്രമല്ല അടിക്കാനും വെട്ടാനും അറിയാവുന്നത്. ഇതറിയാവുന്ന ഒത്തിരി ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ട്. ഹിന്ദുക്കൾ ഐക്യമില്ലാത്തവരാണെന്നും ഇയാൾ പ്രസംഗിച്ചു. അതേസമയം ഹിന്ദുധർമ്മത്തെയും ദേവതകളെയും അപമാനിക്കുന്ന പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. നമ്മുടെ മലഞ്ചിവിയിലാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് കേട്ടോ. മറ്റേ ഇന്ന് രാവിലെ തല്ലിയവനാ, വൈകുന്നേരം ആകുന്നതിന് മുമ്പ് തല്ലാൻ ഞങ്ങൾക്കും അറിയാം, ഞങ്ങളുടെ കീഴിലും ഉണ്ട് അത്തരം പിള്ളേരൊക്കെ എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ സംഘപരിവാർ അത്ര ക്ലിയർ ആൾക്കാരാണല്ലോ അല്ലേ. അവര് നാട്ടില് സമാധാനപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അവരൊരാളുടെയും മെക്കിട്ട് കയറാറില്ല, അവരൊരാളുടെയും പ്രാർത്ഥനകൾ തടയാറില്ല, അവരൊരാൾക്ക് ഉപദ്രവമാകാറില്ല. രാജ്യത്തെ ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന രാജ്യത്തിന്റെ സ്വയം സേവ സംഘർ തങ്കക്കുടങ്ങൾ. അവര് ഈ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ മലൻ TVക്കകത്ത് പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തായാലും പാസ്റ്റർ പറഞ്ഞത് ശരിയായിട്ടുള്ളൊരു നിലപാടല്ല. പാസ്റ്ററിനെതിരെ ഈ ഒരു കൊലവിളി പ്രസംഗം നടത്തിയതിന് നിയമപരമായ രീതിയിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്തരം അനധികൃതമായി പ്രവർത്തിക്കുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്ന അതേത് മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ദേവാലയങ്ങളാണെങ്കിലും കൊള്ളാം, അതെല്ലാം അടച്ചു പൂട്ടുക തന്നെ ചെയ്യണം. അതിന് നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്, നിയമവ്യവസ്ഥകളുണ്ട്, നിയമപാലകരുണ്ട്. അവരത് കൃത്യമായിട്ട് ചെയ്തോളും. അങ്ങോട്ട് തള്ളിക്കേറിയിട്ട് നിന്റെയൊക്കെ ഈ കൊണവതാരം വടക്കേ ഇന്ത്യയിൽ കാണിക്കുന്നതൊക്കെ ഇവിടെ കാണിച്ചാൽ ഇതുപോലെ മറുപടിയും നീയൊക്കെ കേൾക്കേണ്ടി വരും. എന്താണേലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളെല്ലാവരും മിണ്ടാതിരിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ മറുപടി പറയുന്നേ. പ്രത്യേകിച്ച് നമ്മൾ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് കൂറി മെഴുകുന്ന സംഖ്യോളികളുണ്ടല്ലോ, നിങ്ങളും കൂടെയാണ് കേട്ടോ. നിങ്ങൾ ഇതിനൊക്കെ മറുപടി കൊടുക്കുക. ഞങ്ങളില്ലേ, ഞങ്ങൾ വെറും റെഫറി മാത്രം. ഞാൻ ഈ സൈഡിലിരുന്നതൊക്കെ കണ്ടോളാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.